2017 ഒക്ടോബർ ജപ്പാനിലെ ടോക്കിയോയിൽ നിന്നുള്ള 23 വയസ്സുള്ള ഒരു പെൺകുട്ടി വളരെ വിചിത്രമായൊരു ട്വീറ്റ് പോസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. എൻ്റെ കൂടെ മരിക്കാൻ പോകുന്നയാളെ ഞാൻ തിരയുകയാണ്. ഇതായിരുന്നു ആ ട്വീറ്റ്. ഇങ്ങനൊരു ട്വീറ്റ് ഇട്ടതിന് ശേഷം അവൾ വീട് വിട്ട് പുറത്തിറങ്ങി. പിന്നീട് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സഹോദരിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് ആലോചിച്ച് വല്ലാത്ത ദുഃഖം തോന്നിയ സഹോദരന് എന്തോ ഒരു സംശയം തോന്നി. അയാൾ ഉടൻ തന്നെ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം ആക്സസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് തൻ്റെ സഹോദരി വളരെ വിചിത്രമായ മറ്റൊരു ട്വിറ്റർ ഹാൻഡിലുമായി സംസാരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത്. മാത്രവുമല്ല, ആ ഒരു പ്രൊഫൈൽ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. പെട്ടെന്ന് തന്നെ അദ്ദേഹം ടോക്കിയോ മെട്രോപൊളിറ്റൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ വിചിത്രമായ ട്വിറ്റർ ഹാൻഡിൽ കാണിച്ചു കൊടുത്തു. അത് കണ്ട ഉടനെ അവിടെയുള്ള പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. ആ ഒരു പ്രൊഫൈൽ നോക്കിയപ്പോൾ അതൊരു സാധാരണ കേസ് അല്ല എന്നും പോലീസിന് മനസ്സിലായി. തീർച്ചയായും ഇതൊരു വലിയ കേസായി മാറുമെന്നും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവസാനം പോലീസുകാർ അവളെ സീരിയസ് ആയി തിരയാൻ തുടങ്ങി. എന്നാൽ അന്വേഷണങ്ങൾക്കെല്ലാം ഒടുവിൽ പോലീസ് എത്തിപ്പെട്ടത് ഒരു ക്രൂരനായ സീരിയൽ കില്ലറുടെ അടുത്തായിരുന്നു. പോലീസ് അയാളെ പിടിച്ചോ ഇല്ലയോ, അവൻ അങ്ങനെ എന്താണ് ചെയ്തത്? വളരെ ത്രില്ലിംഗ് ആയ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പുതിയ അനുഭവം തന്നെ നൽകും. ജപ്പാനിൽ ഒരു സുന്ദരനായ ഒരു ആൺകുട്ടി ജനിച്ചു. അവന്റെ പേര് തകാഹിറോ സെയ്റൈസി. അവൻ ജനിച്ചപ്പോൾ സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ വളരാൻ തുടങ്ങി. സ്കൂളിൽ പോലും മിഡിൽ ബെഞ്ചിലിരിക്കുന്ന ഒരു ശരാശരി വിദ്യാർത്ഥി. വളരെ സൈലന്റ്, യാതൊരു പ്രശ്നങ്ങൾക്കും പോകാതെ ശാന്തമായി അവന്റെ പഠനം മുന്നോട്ട് പോകാൻ തുടങ്ങി. വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ടതില്ല. അത്രയും ആവേശകരമായൊന്നും അവൻ പഠിക്കില്ല, അത്രയും മോശമായും പഠിക്കില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്. ആർക്കും തന്നെ അധികം അറിയാത്തതുപോലെയാണ് അവൻ ക്ലാസ് റൂമിലും ഇരുന്നത്. എന്നാൽ അതെല്ലാം ഈ സംഭവം നടക്കുന്നത് വരെ മാത്രമായിരുന്നു. അതായത് ജപ്പാനിലെ ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ ഒരു ചെറിയ ഗെയിം കളിക്കുമായിരുന്നു. ഇതാണ് ചോക്കിംഗ് ഗെയിം. അതായത് ഒരു കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഫണ്ണായി ചെയ്യുന്നതാണ്. ഫൺ ചാലഞ്ച് പോലെ ആ സമയത്ത് ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ കളിക്കും. ആ ഒരു ഗെയിം കളിക്കാൻ അന്നത്തെ ദിവസം ഇവനെ കൂട്ടുകാരെല്ലാം വിളിച്ചു. അവന് മുൻപിൽ വന്ന് നിന്നു. ഇപ്പോൾ അവന് ചുറ്റും നിൽക്കുന്ന കുട്ടികൾ പറഞ്ഞത്, ഇതൊരു സാധാരണ രസകരമായ ഗെയിം തന്നെയാണ്. നീ നിനക്ക് എതിർവശത്ത് നിൽക്കുന്ന കുട്ടിയുടെ കഴുത്തിൽ പിടിക്കണം, കഴുത്ത് പിടിച്ച് ഞെരിക്കണം. അവൻ എത്രത്തോളം അത് കൈകാര്യം ചെയ്യുന്നു, സഹിക്കുന്നു എന്നുള്ളതാണ് ഗെയിം. ഒരു ഘട്ടത്തിന് ശേഷം അവനെ കൊണ്ട് സാധിക്കുന്നില്ല, കൈവിടാൻ ആവശ്യപ്പെട്ടാൽ നീ കൈവിടണം. എന്നാൽ എത്ര ദൂരം അവനത് പിടിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇത് കേട്ട ഉടനെ ഇവനും ചിരിച്ചുകൊണ്ട് ശരി എന്ന് തലയാട്ടിയ ഉടനെ ഇപ്പോൾ നിനക്ക് കഴുത്ത് ഞെരിക്കാം എന്നും പറഞ്ഞു. ഇത് കേട്ട ഉടനെ അടുത്ത സെക്കൻഡ് അവൻ എതിർവശത്തിരിക്കുന്ന ആൺകുട്ടിയുടെ കഴുത്തിൽ പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ മുൻപിൽ നിൽക്കുന്ന കുട്ടി ആദ്യമൊക്കെ ഒന്ന് ചിരിച്ചുകൊണ്ടാണ് നിന്നത്. കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുന്നവൻ പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ശക്തമായി തന്നെ ഞെരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എതിർവശത്ത് നിന്ന കുട്ടിയുടെ പുഞ്ചിരിയെല്ലാം പതിയെ പതിയെ മായാൻ തുടങ്ങി. മുഖഭാവം വ്യത്യസ്തമായ രീതിയിലേക്ക് മാറി. അവനത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അവന്റെ മുഖത്ത് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്കിത് പറ്റുന്നില്ല, കൈവിടാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കഴുത്തിൽ നിന്നും പിടിവിടാൻ എപ്പോഴാണോ ആവശ്യപ്പെട്ടത്, അപ്പോൾ സിറായിസി വീണ്ടും വളരെ ശക്തമായി തന്നെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. എതിർവശത്ത് നിൽക്കുന്ന കുട്ടിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. രണ്ട് കൈകളും പൊക്കി കാണിക്കുന്നുണ്ട്. തന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല അവസാനിപ്പിക്കാൻ. അവനെ കൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇത് കണ്ടുകൊണ്ട് നിന്ന് ചുറ്റുമുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം ഭയപ്പെടാൻ തുടങ്ങി. അവനത് പറ്റുന്നില്ല, അവൻ കൈവിടാൻ ആവശ്യപ്പെട്ടല്ലോ, പിന്നെയും എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? കൂട്ടുകാർക്കിടയിൽ തന്നെ ഇങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് സിറൈസിയെ നോക്കി, നീ അവന്റെ കഴുത്തിൽ നിന്നും പിടിവിട്, അവൻ ഈ ഗെയിമിൽ പരാജയപ്പെട്ടു, നിനക്കിപ്പോൾ കൈവിടാം എന്നും പറഞ്ഞു. പക്ഷേ സിറൈസി അപ്പോഴും ചിരിച്ചുകൊണ്ട് എതിർവശത്ത് നിൽക്കുന്ന കുട്ടിയുടെ കഴുത്ത് വളരെ ശക്തമായി തന്നെ ഞെരിച്ചുകൊണ്ടിരുന്നു. ഇനിയും കാത്തിരുന്നാൽ ഒരു പക്ഷേ ആ കുട്ടി മരിക്കുമെന്ന് മനസ്സിലാക്കിയ മറ്റു കുട്ടികൾ സിറൈസിയെ മുഴുവനായും പിടിച്ച് താഴേക്ക് തള്ളിയിട്ടു. അങ്ങനെ തള്ളിയതിന് ശേഷമാണ് എതിർവശത്തുണ്ടായിരുന്ന കുട്ടിക്ക് ഒരല്പം ആശ്വാസമായത്. അവൻ ബെഞ്ചിൽ ചെന്ന് വിശ്രമിക്കാൻ തുടങ്ങി. ഈ ഒരു സംഭവം എല്ലാവർക്കും ഒരു പുതിയ അനുഭവം തന്നെ നൽകി. അന്നുവരെയും വളരെ ശാന്തമായിരുന്ന ഒരു ആൺകുട്ടി, ആരോടും ഒന്നും മിണ്ടാതെ, യാതൊരു പ്രശ്നത്തിനും പോകാതെ, വളരെ സൈലന്റായ ഒരു ക്യാരക്ടർ. എന്നാൽ അന്ന് സിറൈസിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണു. അവന് മറ്റൊരു മുഖമുണ്ടെന്നുള്ളത് ആദ്യമായി അവൻ പുറത്തു കാണിച്ചു.
കാലങ്ങൾ ഇങ്ങനെ പോയി. സിറൈസിയുടെ സ്കൂൾ ലൈഫ് അവസാനിച്ചു. സ്കൂൾ പഠനം കഴിഞ്ഞ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കായി ചേർന്നതിന് ശേഷം അവൻ ചെയ്യുന്ന ആ ഒരു ജോലി അവൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. 2015 അവൻ ടോക്കിയോയിലുള്ള റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റായ ടൊഹ്യോക്കോച്ചിയിൽ ഒരു സ്കൗട്ടായി ജോയിൻ ചെയ്തു. റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് ഏരിയയിൽ ഒരു സ്കൗട്ടായി ജോലിയോ, അതെങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ, റെഡ് ലൈറ്റ് ഏരിയയിൽ എന്താണ് സംഭവിക്കുക? വ്യഭിചാരം നടക്കും. അതിനാവശ്യമായ പുതിയ പുതിയ സ്ത്രീകൾ, ഇവരെയെല്ലാം തേടി കണ്ടെത്തി കൊണ്ടുവരുന്ന ജോലിയാണ് സ്കൗട്ട് ജോലി. ഇതിനാണ് ഇപ്പോൾ പുതുതായി സിറൈസി ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തതിന് ശേഷം അവൻ ആ ജോലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൻ ഒരുപാട് സ്ത്രീകളെ പുതുതായി കൊണ്ടുവരികയും ചെയ്തു. അവൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നന്നായി തന്നെ ജോലി പോയി. പ്രതീക്ഷിച്ചതിനേക്കാളും പണം ഒരുപാട് ലഭിക്കുകയും ചെയ്തു. എന്നാൽ 2017 ഫെബ്രുവരി മാസം വരെ മാത്രമായിരുന്നു ഇതെല്ലാം. അതിനുശേഷം ഒരു ദിവസം ഇവൻ ഒരു വലിയ കേസിൽ അകപ്പെടുകയും പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവൻ പുതുതായി വ്യഭിചാരത്തിന് കൊണ്ടുവന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വയസ്സ് വളരെ കുറവാണ്. ഈ ഒരു ജോലിക്ക് യോഗ്യതയുള്ള വയസ്സല്ലായിരുന്നു അത്. ആ പെൺകുട്ടിയെ ഇവൻ നിർബന്ധിച്ചു കൊണ്ടുവരികയായിരുന്നു. ഈ ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിച്ചപ്പോൾ അവിടെ ചെന്ന് പരിശോധിച്ചു. സത്യത്തിൽ അതൊരു ചെറിയ പെൺകുട്ടി തന്നെയായിരുന്നു. ഉടൻ തന്നെ പോലീസ് അവനെ അറസ്റ്റും ചെയ്തു. ഇത്രയും കാലം അവന്റെ ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രമായിരുന്നു, ആ സ്കൂൾ ഡേയ്സിൽ മാത്രമായിരുന്നു അവന്റെ മറ്റൊരു മുഖം പുറത്തേക്ക് വന്നത്. എന്നാൽ വീണ്ടും തനിക്കുള്ളിലെ മുഖം പുറത്തേക്ക് വരാൻ പോകുന്നുവെന്ന് അപ്പോൾ അവൻ അറിയില്ലായിരുന്നു. മുഴുവൻ ജപ്പാൻ ജനങ്ങൾക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ ജയിലിൽ പോയി പുറത്തേക്ക് വന്നതിന് ശേഷം റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് ഏരിയ മുഴുവനും അവനെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഒരു ചെറിയ കുട്ടിയെ വ്യഭിചാരത്തിനായി കൊണ്ടുവന്നാലോ, ഇവനൊക്കെ ഒരു മനുഷ്യനാണോ, ആണാണോ, മനസാക്ഷിയുണ്ടോ? ഇവന്റെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇങ്ങനെ പല രീതിയിൽ അവനെ വിമർശിക്കാൻ തുടങ്ങി. അതും ഒരാൾ ഒരു പടി മുകളിലേക്ക് ചെന്ന് ഇവന്റെ ഫോട്ടോ ട്വിറ്റർ ഹാൻഡിലിട്ടു. വാച്ച് ഔട്ട് ഫോർ ദ സ്കൗട്ട് എന്ന ട്വീറ്റും കൊടുത്തു. അതായത് ഈ സ്കൗട്ടിനെ കണ്ടാൽ നിങ്ങൾ ജാഗ്രത പാലിക്കുക, ഇങ്ങനെയായിരുന്നു ട്വീറ്റ്. ഇതോടുകൂടി അവന്റെ ബിസിനസ് ഒരുപാട് ലോസായി. അതായത് ഏതൊരു പുതിയ പെൺകുട്ടികളും ഇവനെ വിശ്വസിച്ച് ഈ ഒരു ജോലിക്ക് വരാതെയായി. ഇതുകൊണ്ട് തന്നെ സാമ്പത്തികമായി അവൻ ഒരുപാട് കഷ്ടപ്പെടാൻ തുടങ്ങി. സാമ്പത്തികമായി ഒരു വശത്ത് കഷ്ടപ്പെടുമ്പോൾ മറുവശത്ത് അവിടെയുള്ള ലോക്കൽ പീപ്പിൾസ് എല്ലാം അവനെ വളരെ മോശമായി തന്നെ കാണാൻ തുടങ്ങി. അതിനാൽ മാനസികമായും അവൻ വീക്കായി. ഒരു ഭാഗത്ത് മാനസികമായും മറ്റൊരു ഭാഗത്ത് ഫിനാൻഷ്യലി വീക്കായതിനാൽ ഒരു ഘട്ടത്തിന് ശേഷം അവൻ ഡിപ്രഷനിലേക്ക് തന്നെ പോകാൻ തുടങ്ങി. വീണ്ടും താൻ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ തന്നെ കൊണ്ട് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവൻ അവിടെ നിന്നും സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അച്ഛൻ്റെ വീട്ടിലേക്ക് പോയതിനു ശേഷം പോലും അവൻ്റെ ജീവിതം ശരിയായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല. അവിടെ പോയിട്ടും അവൻ്റെ മാനസിക സംഘർഷം വർദ്ധിക്കാൻ തുടങ്ങി. അതൊട്ടും കുറഞ്ഞില്ല. ഒരു ഘട്ടത്തിന് ശേഷം എന്തിനാണ് താൻ ഈ ലോകത്തിൽ ജീവനോടിരിക്കുന്നത് എന്ന ചിന്ത പോലും അവനിൽ വരുന്നു. ഇക്കാര്യങ്ങളെല്ലാം അവൻ അച്ഛനോട് തുറന്നു പറയുകയും ചെയ്തു. അച്ഛനും അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും യാതൊരു മുന്നേറ്റവും ഉണ്ടായില്ല. അവൻ വീണ്ടും വീണ്ടും ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി. നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന പോലെ തോന്നിയില്ല. ദിവസങ്ങൾ പോകുന്നു. ഒരു ദിവസം സിറൈസി എന്ത് ചിന്തിച്ചുവെന്ന് അറിയില്ല. പെട്ടെന്ന് അവൻ അച്ഛൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങുകയും ജമ്മ എന്നൊരു ടൗണിലേക്ക് പോകുന്നു. അവിടെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ഒരു മുറിയെടുത്ത് താമസിച്ചു. അങ്ങനെ അവൻ താമസിച്ച ആ ഒരു മുറിയാണ് പിന്നീട് ഹൗസ് ഓഫ് ഹൊററായി മാറാൻ പോകുന്നുവെന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആർക്കും അറിയില്ലായിരുന്നു. അതെ, ആ മുറിയിലായിരുന്നു അന്നുവരെയും അവനുള്ളിൽ മറഞ്ഞിരുന്ന ആ ഡാർക്കസ്റ്റ് ഫേസ് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. പിന്നീട് അവൻ ട്വിറ്ററിൽ ഒരുപാട് ഹാൻഡിൽസ് ഓപ്പൺ ചെയ്തു. അതിലെല്ലാം ആത്മഹത്യയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ആത്മഹത്യ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇവൻ്റെ പോസ്റ്റുകൾ. അതും ഇവൻ്റെ പ്രത്യേക ട്വിറ്റർ ഹാൻഡിലിൻ്റെ പേരൊക്കെ നമുക്കിവിടെ പറയാൻ സാധിക്കില്ല. അത് കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. ഈ പേരുകളൊക്കെ യൂട്യൂബിൽ ഇട്ടാൽ ഇതൊരു വയലേഷനായി തന്നെ മാറും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ ട്വിറ്റർ ഹാൻഡിൽ ഇവൻ പറഞ്ഞതൊക്കെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർ, ഇവർക്കെല്ലാവർക്കും എങ്ങനെയാണ് യാതൊരു വേദനയും ഇല്ലാതെ ആത്മഹത്യ ചെയ്യാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചുള്ള ചില ഗൈഡൻസ് ആയിരുന്നു അവൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ പറയുന്നതൊക്കെ ഓൺലൈൻ വഴിയല്ല, നേരിട്ട് വരികയാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്കത് പറഞ്ഞു തരാം, അതൊക്കെ പഠിപ്പിച്ചു തരാം. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മരിക്കാൻ ഭയമാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ വിളിക്കുന്നത്. ഇതൊക്കെ കണ്ട് ജപ്പാനിലെ ജീവിതം വെറുത്തുപോയ ഒരുപാട് ടീനേജേഴ്സ് ഇയാളെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോൺടാക്ട് ചെയ്തതിൽ ആദ്യം കോൺടാക്ട് ചെയ്തത് 21 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. 2017 ഓഗസ്റ്റ് മാസമായിരുന്നു അവനെ കോൺടാക്ട് ചെയ്തത്. എന്നാൽ അപ്പോൾ പെൺകുട്ടിക്ക് അറിയില്ല, ഇതുവരെയും അവൾ സംസാരിച്ചു കൊണ്ടിരുന്ന സിറൈസിയുടെ മുഖവും നേരിൽ താൻ കാണാൻ പോകുന്ന സിറൈസിയുടെ മുഖവും വളരെ വ്യത്യസ്തമാണെന്ന്. അതെ,
2017 ഓഗസ്റ്റ് മാസം ഇവനുമായി സംസാരിച്ച ഉടനെ ജമ്മ സിറ്റിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ആ പെൺകുട്ടിയും ഇവനെ വിശ്വസിച്ച് വരുന്നു. അവിടെ ചെന്നപ്പോൾ അവൻ അവളോട് വളരെ ശാന്തമായി സംസാരിച്ചു. തൻ്റെ മുറിക്കുള്ളിലേക്ക് അവളെ കൊണ്ടുപോയ ഉടനെ എപ്പോഴത്തെയും പോലെ നോർമലായി, അതായത് ട്വിറ്ററിൽ അവളോട് സംസാരിക്കുന്നത് പോലെ നോർമലായി തന്നെ സംസാരിച്ചു. അവൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ആ പെൺകുട്ടിക്ക് അവനെ ഒരുപാട് വിശ്വാസമായി. രണ്ടുപേരും പരസ്പരം ഒരുപാട് സംസാരിച്ചു. ശരി, നമുക്കിനി ഒരു ജ്യൂസ് കുടിച്ചിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ അവൾക്കൊരു ജ്യൂസ് കുടിച്ചു. അവനിലുള്ള വിശ്വാസം കാരണം ആ പെൺകുട്ടി ആ ജ്യൂസ് കുടിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ അവൾക്ക് ബോധം നഷ്ടമാകുന്നു. ഇപ്പോൾ സിറൈസയ്ക്കുള്ളിലെ ക്രൂരമായ മുഖം, ഡാർക്കസ്റ്റ് ഫേസ് പുറത്തേക്ക് വരാൻ തുടങ്ങി. ബോധമില്ലാതെ കിടക്കുന്ന പെൺകുട്ടിയെ അവൻ ബലാത്സംഗം ചെയ്തു. എന്നിട്ട് അവളെ കൊല്ലുകയും ചെയ്തു. തീർന്നില്ല. ഇക്കാര്യം പുറത്തറിയാൻ പാടില്ല എന്നതിനു വേണ്ടി ആ പെൺകുട്ടിയുടെ ശരീരം കഷ്ണങ്ങളാക്കി വെട്ടി. എന്നിട്ട് മുറിയിൽ ഇതിനകം ഉണ്ടായിരുന്ന ഫ്രിഡ്ജിലും ഇതിനു വേണ്ടി പ്രത്യേകം അവൻ വാങ്ങി വെച്ചിരിക്കുന്ന ഒരു വലിയ ഐസ് പെട്ടി, ഇതിനുള്ളിലേക്ക് ഈ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളെല്ലാം ഇട്ട് അടയ്ക്കുന്നു. പിന്നീട് ഈ രക്തത്തിന്റെ ഗന്ധമൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല എന്നതിനു വേണ്ടി അപ്പാർട്ട്മെന്റ് മുറി വളരെ വൃത്തിയായി തന്നെ കഴുകുന്നു. എന്നിട്ട് അകത്ത് സ്പ്രേ അടിക്കുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം സിറൈസയ്ക്ക് രണ്ട് കാര്യം മനസ്സിലായി. ഒന്നാമത്തേത് സന്തോഷം, രണ്ടാമത്തേത് പണം. അതെ, ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തപ്പോൾ വല്ലാത്തൊരു സന്തോഷം ലഭിച്ചു. കൂടാതെ ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പണവും തനിക്ക് കിട്ടി. അതും ആദ്യം വന്ന പെൺകുട്ടിയുടെ പക്കൽ നിന്നും $5000 അവന് ലഭിച്ചു. അപ്പോൾ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. പെൺകുട്ടികളോടൊന്ന് സംസാരിച്ചവർ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാൽ മാത്രം മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ വളരെ എളുപ്പത്തിൽ തനിക്ക് പണം സമ്പാദിക്കാൻ കഴിയുമെന്നവന് മനസ്സിലായി. ഈ ഒരു ജോലി അവന് വല്ലാത്ത സന്തോഷം നൽകി, ഇതുവരെയും ലഭിക്കാത്ത പ്രത്യേകതരം ഒരു സന്തോഷം. വീണ്ടും അവൻ അടുത്ത ട്വിറ്റർ ഹാൻഡിലൂടെ ഒരുപാട് പെൺകുട്ടികളെ കോൺടാക്ട് ചെയ്തു. തൻ്റെ വലയിൽ ഒരുപാട് പെൺകുട്ടികളെ വീഴ്ത്താമെന്ന് പദ്ധതി ഇട്ടു. എന്നാൽ ഇങ്ങനെ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട് അവൻ അവളെ അന്വേഷിക്കാൻ തുടങ്ങി. തൻ്റെ കാമുകി ഒരു സുഹൃത്തിനെ കാണാൻ പോയതാണല്ലോ. എന്നിട്ട് പിന്നെ എന്താ തിരികെ വരാത്തത്? അങ്ങനെ അവൻ സിറൈസയെ തേടി കണ്ടുപിടിച്ച് അവൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വരുന്നു. വന്ന ഉടനെ, എൻ്റെ ഗേൾ ഫ്രണ്ട് നിന്നെ കാണാനാണ് വന്നത്, അവൾ എവിടെയാണ്? അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ ആ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരയാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ സിറൈസയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. പെട്ടെന്ന് അടുത്തുണ്ടായിരുന്നൊരു തമ്പൽസ് എടുത്ത് അവൻ്റെ തലയിൽ തന്നെ അടിച്ച് അവനെയും കൊന്നു. പോരാത്തതിന് അവൻ്റെ ശരീരവും കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിനകം ഉണ്ടായിരുന്ന ഫ്രിഡ്ജിൽ തന്നെ അടച്ചു വെച്ചു. പിന്നെ എപ്പോഴത്തെയും പോലെ മുറിയെല്ലാം വൃത്തിയാക്കി മുറിക്കുള്ളിൽ സ്പ്രേ അടിച്ചു. ഈ 2 കൊലപാതകം ചെയ്തതിനു ശേഷം വീണ്ടും ട്വിറ്റർ ഹാൻഡിൽ ചെന്നിരുന്നു. അടുത്ത് തൻ്റെ വലയിൽ ആരെയെല്ലാം വീഴ്ത്താം എന്ന് തിരയാൻ തുടങ്ങി. തിരഞ്ഞ് അടുത്തടുത്ത് ഒരുപാട് പെൺകുട്ടികളെ തൻ്റെ വലയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ അടുത്ത 2 മാസത്തിൽ ഏകദേശം 9 പെൺകുട്ടികളെയാണ് അവൻ തൻ്റെ വീട്ടിലേക്ക് വരുത്തുകയും കൊല്ലുകയും ചെയ്തത്. അതിൽ 8 പേർ സ്ത്രീകളാണ്, ഒരേ ഒരാൾ പുരുഷൻ. ആ ഒരാളാണ് ആദ്യം തൻ്റെ കാമുകിയെ തേടി വന്ന ആൺകുട്ടി. ആദ്യത്തെ പെൺകുട്ടിയെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ പെൺകുട്ടികളെയും കൊന്നത്. അവരുടെ ശരീരങ്ങളും കഷ്ണങ്ങളാക്കി ഈ ഫ്രിഡ്ജിലും വലിയ ഐസ് പെട്ടിയിലും വെച്ച് മൂടുകയും ചെയ്തു. ഒരാളാണെങ്കിൽ പോലും പ്രശ്നമില്ലെന്നൊക്കെ പറയാം, പുറത്തെ സ്മെല്ലൊന്നും പോകാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. എന്നാൽ അടുത്തടുത്ത് 9 പേരെ അതേ മുറിയിൽ വെച്ചാണ് കൊന്നത്. കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനുള്ളിൽ അടച്ചു വെച്ചു. അപ്പോൾ പിന്നെ തീർച്ചയായും പുറത്തെ സ്മെല്ല് വരിക തന്നെ ചെയ്യും. ഈ ഒരു സ്മെൽ അപ്പാർട്ട്മെന്റിലുള്ള മറ്റു മുറിക്കുള്ളിലുള്ളവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. തുടക്കത്തിൽ ചുറ്റുമുണ്ടായിരുന്നവർ ചിന്തിച്ചത് സെപ്റ്റിക് ടാങ്കിൽ നിന്നും ബാഡ് സ്മെല്ല് വരുന്നു എന്നൊക്കെയാണ്. എന്നാൽ ദിവസം കഴിയുന്തോറും ഈ ഒരു ദുർഗന്ധത്തിന്റെ ആ ഒരു തീവ്രത കൂടി വരുന്നു. ഇപ്പോഴാണ് ചുറ്റുമുള്ളവർക്കൊരു സംശയം വരാൻ തുടങ്ങിയത്. ഇവർക്കൊരു സംശയം വന്നെങ്കിൽ പോലും ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു മുറി ശരിയായി വൃത്തിയാക്കിയിട്ടുണ്ടാകില്ല, അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ഗന്ധം വരുന്നത് എന്ന് കരുതി എല്ലാവരും അവരവരുടെ ജോലി നോക്കിപ്പോയി. ഇങ്ങനെ ആളുകൾ ഇക്കാര്യം വളരെ നിസ്സാരമായി കണ്ടപ്പോൾ സിറൈസ് ഇത് വലിയൊരു നേട്ടമായി തന്നെ കരുതി. അടുത്തടുത്ത ട്വിറ്റർ ഹാൻഡിലൂടെ തൻ്റെ അടുത്ത ഇരയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എല്ലാം വളരെ കൃത്യമായി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതായത് 2017 ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തിൽ ടോക്കിയോയിൽ ഒരു സ്ത്രീ കാണാതാകുന്നു. കാണാതായ ഉടനെ അവളുടെ സഹോദരന് സംശയം വരുന്നു. ഉടൻ തന്നെ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് കംപ്ലൈന്റ് കണ്ടിട്ട് ഇതൊരു സീരിയസ് ആയ കേസാണെന്ന് മനസ്സിലാക്കുകയും അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ആദ്യത്തെ ഭാഗമായി ഇവനെ പെട്ടെന്നൊന്നും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ട്വിറ്റർ ഹാൻഡിലൊക്കെ പരിശോധിച്ചാൽ അവൻ ജമ്മാത്ത് എന്ന ആ ഒരു സിറ്റിയിൽ താമസിക്കുന്നെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. അവിടെ എവിടെയാണ് അവന്റെ വീടെന്ന് അറിയില്ല. അപ്പോൾ ഇവനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ പതിയെ അവന്റെ വീട് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു വലിയ മീനിനെ നമ്മുടെ വലയിൽ വീഴ്ത്താൻ കഴിയുകയുള്ളൂ.
അങ്ങനെ അവർ പുതിയൊരു പദ്ധതി ഇട്ടു. ആ പദ്ധതിക്ക് വേണ്ടി ഒരു പുതിയ പെൺകുട്ടിയെ റെഡിയാക്കുക, എന്നിട്ട് ട്വിറ്ററിലൂടെ സിറൈസിയുമായി സംസാരിപ്പിക്കുക. താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി സംസാരിച്ചാൽ തീർച്ചയായും അവനും തിരികെ സംസാരിക്കും. അപ്പോൾ എളുപ്പത്തിൽ അവനെ പിടിക്കാനും പറ്റും. ഇതായിരുന്നു പോലീസിന്റെ തന്ത്രം മാത്രമല്ല, അതവർ എക്സിക്യൂട്ട് ചെയ്തു. സിറൈസിയും ഇത് പോലീസിന്റെ പദ്ധതിയാണെന്നറിയാതെ ആ പെൺകുട്ടി ജമായിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പോലീസ് വളരെ രഹസ്യമായി തന്നെ അവരെ പിന്തുടർന്നു. ജമായിലേക്ക് പോയ പെൺകുട്ടിയെ സിറൈസി തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടി സിറൈസിയോടൊക്കെ സംസാരിച്ച് അവന്റെ അപ്പാർട്ട്മെന്റ് എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ്, വിലാസമൊക്കെ വാങ്ങി പോലീസിന് സെൻഡ് ചെയ്തത് മാത്രമല്ല, അപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനിൽ നിന്നും അവൾ രക്ഷപ്പെടുകയും ചെയ്തു. പോകുന്ന വഴി തന്നെ എനിക്ക് അർജന്റാണ്, ബാത്റൂമിൽ ഒന്ന് പോകണമെന്ന് കള്ളം പറയുകയും വണ്ടിയിൽ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് പോകുന്നത് പോലെ അഭിനയിക്കുകയും അവൾ രക്ഷപ്പെടുകയും ചെയ്തു. സിറൈസിയും അവൾക്ക് വേണ്ടി കാത്തിരുന്നു. എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും, തീർച്ചയായും തന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് കരുതി അവനും കാത്തിരുന്നു. അവന് യാതൊരു സംശയം വന്നില്ല. നേരെ അവന്റെ അപ്പാർട്ട്മെന്റിൽ പോയി. അങ്ങനെ പോകുന്ന അവൻ അറിയില്ലായിരുന്നു ഇവന് മുൻപ് തന്നെ ആ അപ്പാർട്ട്മെന്റിൽ വളരെ രഹസ്യമായി പോലീസ് അവന് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന്. സിറൈസി അവന്റെ മുറിയിലേക്ക് കയറിയ ഉടൻ തന്നെ പെട്ടെന്ന് കുറേയേറെ പോലീസുകാർ ആ മുറിക്കുള്ളിലേക്ക് കയറി വരുന്നു. ഈ കയറി വരുന്ന എല്ലാവരെയും കണ്ടപ്പോൾ സിറൈസി ഭയപ്പെടുമെന്നൊക്കെയാണ് പോലീസ് ചിന്തിച്ചത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. തീർത്തും വിപരീതമായി സിറൈസി വളരെ കാമായി. കൊള്ളാലോ, അവസാനം നിങ്ങൾ എന്നെ പിടിച്ചല്ലോ, ഇങ്ങനെ പറഞ്ഞ് 2 കൈകളും മുകളിലേക്ക് തൂക്കി. ഇത് പോലീസ് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ഉടൻ അവനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവന്റെ മുറി പൂർണ്ണമായും പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് പോലീസ് പോലും ഞെട്ടിപ്പോയത്. പോലീസ് തുടക്കത്തിൽ ചിന്തിച്ചത് ഈ ട്വിറ്റർ ഹാൻഡിൽ ഉപയോഗിച്ച് അവൻ 1-2 കൊലപാതകം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരുതിയത്. എന്നാൽ ആ മുറി പരിശോധിക്കുമ്പോൾ എവിടെ നോക്കിയാലും മനുഷ്യന്റെ മാംസകഷ്ണങ്ങൾ അവർ കണ്ടെത്തി. ഇതവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. പോരാത്തതിന് അവൻ കൊന്ന 9 സ്ത്രീകളുടെ തലയും അതേ മുറിക്കുള്ളിലാണ് അവൻ സൂക്ഷിച്ചത്. അതേ മുറിയിലാണ് അവൻ താമസിച്ചത്. എത്രത്തോളം ക്രൂരമായ ഭയാനകമായ കൃത്യമാണെന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു ന്യൂസ് ജപ്പാൻ മുഴുവനും കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. ജപ്പാനിൽ ഒരു വലിയ കോളിളക്കം തന്നെ ഇത് സൃഷ്ടിച്ചു. കാരണം സിറൈസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ താൻ ചെയ്ത തെറ്റുകളൊന്നും സമ്മതിക്കില്ല എന്നൊക്കെയാണ് പോലീസ് കരുതിയത്. എന്നാൽ അവിടെയും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ മുറിയിൽ ചെന്നിരുന്ന ഉടനെ ഞാനാണ് ഈ കൊലപാതകമെല്ലാം ചെയ്തത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്, ഇവരെല്ലാവരെയും ഇങ്ങനെയാണ് കോൺടാക്ട് ചെയ്തത്, ഇങ്ങനെ A to Z എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു. ഇത് കേട്ട ഉടനെ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. അവർക്ക് പ്രത്യേകിച്ച് ചോദ്യം ചെയ്യേണ്ട ആവശ്യകത ഒന്നും ഉണ്ടായിരുന്നില്ല. അവനെ കാണുമ്പോൾ തന്നെ അവനിലുള്ള ഒരു ഈവിൾനെസ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും അവൻ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു. ഇവനെതിരെയുള്ള ഒരുപാട് തെളിവുകൾ കളക്ട് ചെയ്തു. 3 വർഷത്തിന് ശേഷം അവനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇവന് വേണ്ടി സംസാരിക്കാൻ വന്ന വക്കീൽ കഴിയുന്നത്ര ഇവന് ശിക്ഷ കുറച്ച് വാങ്ങിക്കൊടുക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചു. അവന് മാനസികമായി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ തെറ്റുകളൊക്കെ ചെയ്തത്. അവന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അതിനാൽ അവന്റെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇവന് കൊടുക്കുന്ന ശിക്ഷ വളരെ കുറച്ചു കൊടുക്കണമെന്ന് ഇവന് വേണ്ടി വാദിക്കാൻ തുടങ്ങി. അവനെ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ഇതൊക്കെ കേട്ടപ്പോൾ സിറൈസി അയാളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ എനിക്ക് മാനസികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഞാൻ നോർമലാണ്, എനിക്ക് സന്തോഷവും പണവും അളവിൽ കൂടുതൽ ലഭിച്ചു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കൊലപാതകം ചെയ്തത്, അതല്ലാതെ എനിക്ക് മാനസികമായ യാതൊരു പ്രശ്നവും ഇല്ല, ഞാൻ തന്നെയാണ് കൊന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊന്നത്. ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് തന്നെ നൽകി. ഇപ്പോൾ ഇവൻ തന്നെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നൽകിയ സ്ഥിതിക്ക് ജഡ്ജി ഇവനെ വെറുതെ വിടും എന്ന് തോന്നുന്നുണ്ടോ? ഒരല്പം പോലും ചിന്തിക്കാതെ അവന് മരണശിക്ഷ വിധിച്ചു. എന്നാൽ എന്നാണ് അവന് മരണശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന ഡേറ്റ് അന്ന് അവർ പ്രഖ്യാപിച്ചില്ല. എന്നാണ് അവന് മരണശിക്ഷ നടപ്പിലാക്കുക എന്നൊരാവശ്യം എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. സിറൈസിയും ജയിലറയിൽ കിടന്നുകൊണ്ട് തൻ്റെ അവസാന ദിവസം എന്നാണെന്നറിയാതെ ഇങ്ങനെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നു. സിറൈസി ഇങ്ങനെ തൻ്റെ ജീവിതകാലം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അവന് സപ്പോർട്ട് നിന്ന വക്കീൽ അദ്ദേഹം കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട് അവൻ്റെ ശിക്ഷ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കാൻ. അപ്പീൽ കൊടുത്ത് കോടതിയിൽ വീണ്ടും വീണ്ടും വാദിക്കാൻ തുടങ്ങി. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇവന്റെ ക്രൂരമായ ചെയ്തികൾ കാരണം ഇവനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുകയും 2025 ജൂൺ മാസം 27-ാം തീയതി, അതായത് ഈ വർഷം ജൂൺ മാസം 27-ാം തീയതി ഇവന് മരണശിക്ഷ നടപ്പിലാക്കണം എന്ന ഡേറ്റ് ഫിക്സ് ചെയ്തു. മാത്രമല്ല അന്നത്തെ ദിവസം ഇവന്റെ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. സിറൈസി മരിച്ചു. ഇത്രയും ക്രൂരമായ രീതിയിൽ ജീവിച്ച ഈ സിറൈസിയുടെ ജീവിതമാണ് ജപ്പാനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമായത്. സോഷ്യൽ മീഡിയയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. അതെ,
സിറൈസിയുടെ കേസിന് മുൻപ് വരെയും ട്വിറ്ററിൽ റെഗുലേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതായത് ഏതൊരു നിയന്ത്രണവും കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യ അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്ന തെറ്റായ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു കേസിന് ശേഷം ട്വിറ്ററിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു. പിന്നീട് ഓരോ ട്വിറ്റർ ഹാൻഡിൽസും വെരിഫൈ ചെയ്തിട്ടാണ് അലോ ചെയ്യുന്നത് തന്നെ. പ്രധാനമായും ഇങ്ങനെ ആത്മഹത്യ സംബന്ധിക്കുന്ന ട്വിറ്റർ ഹാൻഡിൽസ് അതിനെല്ലാം പൂർണ്ണമായും ബാൻ ചെയ്തു. ഇത് ട്വിറ്ററിൽ മാത്രമല്ല, മറ്റ് സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്തു. ഒരുപാട് നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇങ്ങനെ ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ മറുവശത്ത് ജപ്പാൻ ഗവൺമെന്റും അവരുടെ പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ഇവിടെ അലോ ചെയ്യൂ എന്നും പറഞ്ഞു. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ സോഷ്യൽ മീഡിയയിൽ സർക്കാരും കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഡിപ്രഷനിൽ കഴിയുന്ന ആളുകളെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അവരോട് സംസാരിക്കാനും ഒരുപാട് സംഘടനകൾ കൊണ്ടുവന്നു. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സെന്റേഴ്സും രൂപീകരിച്ചു. അതുവഴി ഒരുപാട് പേരുടെ ജീവിതം രക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് സിറൈസിയുടെ കേസ് സോഷ്യൽ മീഡിയയിലും ജപ്പാനിലും ധാരാളം മാറ്റങ്ങൾക്ക് തന്നെ കാരണമായി. ഈ കേസിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടരുത് എന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വിഷാദത്തിലാണോ, സങ്കടത്തിലാണോ, സന്തോഷത്തിലാണോ, ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും നിങ്ങൾ പങ്കിടരുത്. അങ്ങനെ ഷെയർ ചെയ്താൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു മൂലയിലിരിക്കുന്ന വ്യക്തി നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവൻ അവൻ്റെ കെണിയിൽ നിങ്ങളെ വീഴ്ത്താനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ നിങ്ങൾ ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു തന്നെ കൈകാര്യം ചെയ്യുക. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കൾ അവരുടെ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ വിഷാദത്തിലാണോ, സന്തോഷത്തിലാണോ, സങ്കടത്തിലാണോ, അവർ ആ സമയം ഏത് അവസ്ഥയിലാണ്, ഇങ്ങനെ വൈകാരികമായി അവരുമായി ഒരു ബന്ധം പുലർത്തുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അവരോട് സംസാരിച്ച് പ്രശ്നത്തിലുള്ളവരാണെങ്കിൽ അവരെ കൃത്യമായി ശരിയാക്കുകയും വേണം. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ അവരെ അനുവദിക്കരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അനുവദിക്കരുത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വിക്കിയോക്സ് മലയാളം എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.